ചക്ക എരിശ്ശേരി നമുക്ക് തയ്യാറാക്കിയെടുക്കാവേ. അതിന് വേണ്ടി നമുക്ക് ആവശ്യമുള്ള ചക്ക ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ട് ഒരു കുക്കറിലോട്ട് ഇട്ട് കൊടുക്കാം. ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. വേവുള്ള ചക്കയാണെങ്കിൽ ചെറുതായിട്ട് അരിഞ്ഞാലേ വെന്ത് കിട്ടത്തുള്ളതുകൊണ്ട് ഇടുക. പിന്നെ അതിന് ശേഷം നമുക്ക് ഉപ്പിട്ട് കൊടുക്കുക. ആവശ്യമായിട്ടുള്ള മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഇതെല്ലാം 1/4 ടീസ്പൂൺ വെച്ച് മതി കേട്ടോ. എത്ര ചക്ക ഉണ്ടെങ്കിൽ അതനുസരിച്ച് ഇടണേ. പിന്നെ വേകാൻ ആവശ്യമായിട്ടുള്ള വെള്ളവും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് കുക്കർ അടച്ച് വെച്ചിട്ട് നമുക്ക് ഇത് ഒരു വിസിലെടുത്താൽ മതി. ഞാൻ ഒരു വിസിലെടുക്കുന്നുള്ളൂ. വെള്ളമുള്ള ചക്കയാണ്, വെള്ളം ആയതുകൊണ്ടാണ് ഒരു വിസിലെടുത്തത്. എങ്കിൽ 2 വിസിലുകൾ എടുക്കാം. പിന്നെ ഇതിന് ആവശ്യമായിട്ടുള്ള അരപ്പ് തയ്യാറാക്കി എടുക്കാം. അതിന് വേണ്ടി തേങ്ങ ഇട്ട് കൊടുക്കുക, കറിവേപ്പില ഇട്ട് കൊടുക്കുക, ആവശ്യമായിട്ടുള്ള എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ഇട്ട് കൊടുക്കുക. പിന്നെ ഇച്ചിരി 1/4 ടീസ്പൂൺ ജീരകം, ചെറിയ ജീരകമാണേ. 1/4 ടീസ്പൂൺ കുരുമുളക് മുഴുവനാണ് ഇട്ടേക്കുന്നത്, പൊടിയാണെങ്കിലും മതി. അതിനുശേഷം ഇച്ചിരി മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്ത് തരിതരിപ്പായിട്ടൊന്ന് അരച്ചെടുക്കണേ. എന്നിട്ട് വെന്ത ചക്ക നമുക്ക് വേറൊരു ചട്ടിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം കുക്കറിനകത്തിട്ടാലും മതി കേട്ടോ. കാണാൻ വേണ്ടിയാണ് ഞാൻ ചട്ടിയിലോട്ട് ഇട്ട് ഒഴിച്ചു കൊടുത്തത്. അതിനുശേഷം ഈ അരപ്പും കൂടെ ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കണം. അരപ്പ് ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് തിളച്ച് അതിൻ്റെ പച്ചമണം ഒന്ന് മാറി നമുക്ക് വരണം. അതിന് വേണ്ടിയാണ് നമ്മളിങ്ങനെ രണ്ടും കൂടി ഇട്ട് മിക്സ് ചെയ്തിട്ട് തിളപ്പിക്കണം. തിളപ്പിച്ചിട്ടാണ്ടോ തിളച്ച് വരുമ്പോൾ തിളച്ച് വന്ന ശേഷം അതിൻ്റെ പച്ചമണം ഒന്ന് മാറിയ ശേഷം ആവശ്യമെങ്കിൽ മാത്രം ഉപ്പിട്ട് കൊടുക്കുക. നമുക്ക് ഇച്ചിരി ഉപ്പ് കുറവുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഇച്ചിരി ഉപ്പിട്ട് കൊടുത്തത്. അതിന് ശേഷം നമുക്ക് കടുക് താളിച്ചൊഴിക്കാം. വെളിച്ചെണ്ണ തന്നെ കടുക് താളിക്കാനായിട്ട് ഒഴിക്കണം, അതാണ് ടേസ്റ്റ് കേട്ടോ. വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു, നമുക്ക് കടുക് ഇട്ട് കൊടുത്തു. കടുക് പൊട്ടി വരുമ്പോൾ നമുക്ക് വറ്റൽമുളക് ഇട്ട് കൊടുക്കാം, കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇങ്ങനെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ അതിന് തേങ്ങയും കൂടി ചേർത്ത് നമ്മൾ വറുത്ത് ചേർക്കുന്നുണ്ട് ഈ എരിശ്ശേരിക്ക്. അപ്പോൾ കുറച്ച് തേങ്ങയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒരു ഗോൾഡൻ നിറമുണ്ട്, ഈ ഒരു നിറമാകുന്ന വരെ നമുക്കൊന്ന് വറുത്തെടുത്തിട്ട് വേണം കറിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം. കറിയിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് ഇതാണ് ഇതിൻ്റെ ടേസ്റ്റ് എന്ന് ഹൈലൈറ്റ് എന്ന് പറഞ്ഞത് കേട്ടോ. പെട്ടെന്ന് തന്നെ മൂടി വെക്കണം, അതിൻ്റെ മണം പുറത്തോട്ട് പോകാതിരിക്കാനാണ്. കുറച്ച് മുമ്പ് തുറന്ന് നോക്കാൻ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചക്ക എരിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.